മിക്ക ആളുകളുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ടി വിയുടെ റിമോട്ടിന് ചില കീകൾ വർക്ക് ചെയ്യാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ റിമോട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ വർക്കാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മുടെ റിമോട്ട് ഒരു കീയും വർക്ക് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും നമ്മുടെ റിമോട്ട് റീപ്ലേസ് ഒക്കെ ചെയ്യാറുണ്ട്. പല ആളുകളും വീട്ടിൽ റിമോട്ട് ഉപയോഗിക്കാൻ തന്നെ 2 അടിയൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഒന്ന് സ്റ്റഡി ആകുന്നത്. അങ്ങനെയായിരിക്കും പലരും വീട്ടിൽ റിമോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കി നമ്മുടെ ആ റിമോട്ടിനെ നമുക്ക് എങ്ങനെയാണ് ഒരു പക്ക കണ്ടീഷനാക്കാൻ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മുടെ റിമോട്ടിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു കീയുടെ ബാക്കിൽ വരുന്ന ഒരു കാർബൺ കോൺടാക്റ്റ് ഉണ്ട്. ആ കോൺടാക്റ്റും ബോർഡും തമ്മിലുള്ള കോൺടാക്റ്റും അതിൻ്റെ ഇടയ്ക്ക് അഴുക്ക് പിടിക്കാൻ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് സാധാരണ നമ്മുടെ ചില കീകൾ വർക്കാവാതിരിക്കുന്ന പ്രശ്നം വരുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ കീകളുടെ മേളിലൊക്കെ നമ്മൾ ഭക്ഷണമോ വെള്ളം അങ്ങനെ എന്തൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ ഒരു കീയുടെ മേളിലത് വീഴുകയോ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീയുടെ ഉള്ളിൽ കൂടി അത് ഇറങ്ങിപ്പോവും. അങ്ങനെ ആ ഒരു ഭാഗത്ത് ഈ വെള്ളം ചെന്ന് നമ്മുടെ ബോർഡിൽ പറ്റും. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നമ്മുടെ കീസൊക്കെ വർക്ക് ചെയ്യാണ്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ താഴെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വെള്ളം വീണ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിയ ഭാഗമാണ് ആ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗത്തെ കീകളൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ പല വിഷമം വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റിമോട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താണ് നമ്മൾ അഴിക്കേണ്ടത്. അപ്പോൾ റിമോട്ട് അഴിക്കുമ്പോൾ സൂക്ഷിക്കുക, നമ്മളിങ്ങനെ പൊക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സൈഡ് ഇങ്ങനെ ബ്രേക്ക് ആവും. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, എന്നാലും നമ്മുടെ ആ ഒരു റിമോട്ടിൻ്റെ ഭംഗി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റിമോട്ട് ഇങ്ങനെ പൊക്കി അഴിക്കുമ്പോൾ സൂക്ഷിച്ചഴിക്കണം. അപ്പോൾ ഇങ്ങനെ ആ ഒരു കീയുടെ ഇടയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ആ റിമോട്ട് അഴിച്ച ശേഷം അതിൻ്റെ ആ ഒരു ഭാഗത്ത് എവിടെയാണ് വെള്ളം ഇരിക്കുന്ന ആ ഭാഗം നന്നായിട്ട് ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് ശരിക്കും വരച്ച് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഒന്ന് ഉണക്കിയ ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ നിസ്സാരമായിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നീട് വരുന്ന മെയിൻ പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു കാർബൺ കോണ്ടാക്ട്സിൽ അഴുക്ക് പിടിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്നുള്ളൂ. അതിൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ അങ്ങനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇനി രണ്ടാമതാണ് നമ്മുടെ ബോർഡിലെ കോണ്ടാക്ട്സിൽ അഴുക്ക് പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂസേജ് നമ്മുടെ കാലപ്പഴക്കമൊക്കെ കൂടുതൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കോണ്ടാക്ട്സ് മങ്ങിപ്പോവും. നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് കിട്ടാണ്ട് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് നമ്മുടെ ഇറേസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇതിലുള്ള ഡസ്റ്റും അങ്ങനെയുള്ള അഴുക്കും അങ്ങനെയുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറേസർ യൂസ് ചെയ്യുക. ഇറേസർ യൂസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ആ ഒരു ബോർഡ് ശരിക്കും നല്ലപോലെ പ്രസ് ചെയ്ത് ശരിക്കും ആ കോണ്ടാക്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ കോണ്ടാക്റ്റിലുള്ള ഇതേപോലെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും അങ്ങനെയുള്ളതൊക്കെ പോയി നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് ക്ലിയർ ആവുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് തിന്നർ എടുക്കാം. നമ്മുടെ പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന തിന്നർ അത് കുറച്ചെടുത്ത് മുക്കിയ ശേഷം നമ്മുടെ ഈ ഒരു ബോർഡിൽ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് പഴയൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐസിയുടെ ഇടയിലൊക്കെ ശരിക്കും ഒന്ന് ഇതേപോലെ നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ക്ലീനാക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത ബോർഡൊന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ കോണ്ടാക്റ്റ് കിട്ടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളീ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് മാറിക്കിട്ടും. ഇനിയാണ് നമ്മുടെ റിമോട്ടിൽ മറ്റൊരു കംപ്ലയിൻറ്റ് വരിക. അതായത് നമ്മുടെ IR LED നമ്മുടെ സോൾഡറിങ് ചെയ്യുന്നത് ലൂസായി പോകുന്നത്. അപ്പോൾ നമ്മുടെ റിമോട്ട് സിഗ്നൽ പാസ് ചെയ്യുന്നത് നമ്മുടെ IR LED യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ IR LEDയിലെ കോണ്ടാക്റ്റിലെ സോൾഡറിങ് ഈ കോണ്ടാക്റ്റിലെ സോൾഡറിങ് ഡ്രൈ ആയി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഇളക്കമൊക്കെ സംഭവിച്ച് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് ഒറ്റ നോടെ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു റിമോട്ട് അങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു കോണ്ടാക്റ്റ് ഒന്നിൽ സോൾഡറിങ് ഡ്രൈ ആയി പോവാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സോൾഡറിങ് വിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് LED ശരിക്കും കിടന്നിങ്ങനെ ലൂസായിട്ട് ഇളകുന്നത് കാണാം. നമുക്ക് ആ സോൾഡറിങ് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ ഡ്രൈ ആയി പോകുന്ന സാഹചര്യത്തിലാണ് നിങ്ങളൊരു സോൾഡറിങ്ങാണ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ആ ഒരു സോൾഡർ ചൂടാക്കി കൊടുത്താൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അഥവാ ഇനി നമ്മുടെ ആ ഒരു സോൾഡറിങ് വിട്ടുപോയിട്ടുണ്ട്, അവിടെ സോൾഡറിങ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സോൾഡറിങ് വിട്ടുപോകുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ കുറച്ച് ലെഡ് എടുത്ത ശേഷം നമ്മുടെ ആ ഒരു LED ഭാഗത്ത്
കുറച്ചും കൂടി സോൾഡറിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചുകൂടി ആ ഒരു സോൾഡറിങ് അപ്ലൈ ചെയ്ത് അവിടെ കൊടുത്താൽ നമ്മുടെ ആ ഒരു കംപ്ലയിൻറ്റ്, അതായത് നമ്മുടെ LED ലൂസ് ആവുക അല്ലെങ്കിൽ ആ സോൾഡർ ഡ്രൈ ആയി പോവുകയോ അങ്ങനെ ചെയ്യുന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്കത് മാറി കിട്ടും. നമ്മൾ ഡ്രൈ ആയി പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു നമ്മളെ ഒരു സോൾഡറിങ്ങിനെ ഉപയോഗിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആ ഒരു സോൾഡറിങ് ഇതേപോലെ ഇതാക്കി കൊടുത്താൽ നമുക്ക് കോൺടാക്റ്റ് റെഡി ആവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി, ആ ഒരു കോൺടാക്റ്റ് റെഡിയാവും. നമ്മുടെ സോൾഡറിങ് കാണുന്നത് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ LED യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ കോൺടാക്റ്റിന് കംപ്ലയിൻ്റ് എന്നുള്ള IR LED കോൺടാക്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ റിമോട്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ കോൺടാക്റ്റ് റെഡിയാവുന്നത്. അങ്ങനെ കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് നമ്മുടെ ഒരു ബാറ്ററിയുടെ കോൺടാക്റ്റ് ലൂസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ നമ്മുടെ ബാറ്ററിയുടെ കോൺടാക്റ്റ് ഇതിനുള്ളിൽ വരുന്ന ഈ കോൺടാക്റ്റ്, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഉള്ളിൽ വരുന്ന ഈ ഒരു കോൺടാക്റ്റ് തമ്മിൽ ലൂസായി പോകുമ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പ്രിങ് പോലെ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സ്പ്രിങ് പോലെ കാണുന്ന ഭാഗം നമ്മൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് വെക്കുക. അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഇത് കുറച്ചിങ്ങനെ വലിച്ച് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുക. അതായത് ബാറ്ററി ഇത്തിരി ടൈറ്റ് ആയിരിക്കാൻ പാകത്തിന് നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ സ്പ്രിങ് വലിഞ്ഞു പോയത് നമ്മൾ ആ ഒരു ബാറ്ററി കുറച്ചുകൂടി ഒന്ന് പ്രസ്സായിരിക്കാൻ പാകത്തിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാറ്ററി കറക്റ്റായിട്ട് അതിനുള്ളിൽ ഹോൾഡായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു കോൺടാക്റ്റ് പിന്നീട് കട്ടായി പോകില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുലുക്കവും തട്ടി കൊടുക്കണമെന്ന് ആവശ്യം വരില്ല. അപ്പോൾ പിന്നെ മറ്റ് കംപ്ലയിൻറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IC-യിലൊക്കെ ആയിരിക്കും. IC അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഇതേപോലെ കപ്പാസിറ്ററൊക്കെ കാണാൻ സാധിക്കും. കപ്പാസിറ്ററിനൊക്കെ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് മാറ്റാവുന്നതാണ്. എന്നാലും കപ്പാസിറ്ററിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് വളരെ റെയറാണ്. പിന്നീട് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് IC-ക്കാണ്. IC-ക്ക് കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് മാറ്റാനൊക്കെ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒട്ടും പ്രാക്ടിക്കൽ, അതായത് നമ്മുടെ റിമോട്ട് മേടിക്കുന്ന ചിലവ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കി നമ്മുടെ ആ റിമോട്ട് നമുക്ക് നേരെയൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതേപോലെ IR LED നമ്മുടെ ഈ ഒരു സോൾഡറിങ് ഡ്രൈ ആയ നമ്മുടെ സോൾഡറിങ് ഉപയോഗിച്ച് ഒന്ന് ഹീറ്റാക്കി കൊടുക്കുക. സോൾഡറിങ് അവിടെ നിന്ന് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സോൾഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ല നമ്മുടെ ഈ ഒരു കോൺടാക്റ്റാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിന്നർ അല്ലെങ്കിൽ PCB ക്ലീനറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ്, നമ്മുടെ ആ ഒരു റിമോട്ടിൻ്റെ കോൺടാക്റ്റ് ഇതേപോലെ പോവുകയാണെങ്കിൽ ഇവിടെ ഓരോ കീയൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കീയുടെ ബാക്ക് സൈഡ് നോക്കിയിട്ട് അതിൻ്റെ കാർബൺ കോൺടാക്റ്റിൽ ഏതെങ്കിലും അഴുക്കോ ഏതെങ്കിലും തരത്തിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തൂത്ത് കളയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യം റിമോട്ടിൻ്റെ ഇത്തരം കംപ്ലയിൻറ്റുകളൊക്കെ മാറുന്നതായിരിക്കും. അങ്ങനെ മാറുന്നില്ല എന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ഏതെങ്കിലും IC അങ്ങനെ എന്തെങ്കിലും ഭാഗത്തിന് കംപ്ലയിൻ്റ് ഒന്നും ഉറപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ നമുക്ക് റിമോട്ട് റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിമോട്ടിൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് അധികം പൈസ ചിലവില്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മുടെ റിമോട്ട് കംപ്ലയിൻ്റ് ആയാൽ റെഡിയാക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു, സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ട്രിക്കി.